ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സിയ ടെക്നീഷ്യനിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു എംബ്രോയിഡറി ആണ് നമ്മളിന്ന് ചെയ്യണത്. അത് ഓയിസ്റ്റർ സ്റ്റിച്ച് ആണ്. ചെറിയ ചെറിയ ഫ്ലവറും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന അതിൻ്റെ സ്റ്റെമ്മും അതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ സിമ്പിൾ വർക്കാണത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇതിവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ചുരിദാറാണ്. അപ്പം അതിൻ്റെ മേലേക്കൂടെയാണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത്. നമ്മുടെ ചോക്ക് കൊണ്ട് തന്നെയാണ് വരച്ച് വെച്ചേക്കുന്നത്. ചെറിയ ചെറിയ ഫ്ലവറുകളായിട്ട്. ഫ്ലവറിനാണ് ഓയിസ്റ്റർ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെമ്മ് ഞാൻ ഒരു ഭാഗം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആങ്കറിൻ്റെ 2 കളറാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. 3 ത്രെഡ് മൊത്തത്തിൽ ആങ്കറിൻ്റെ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ പച്ച കളറിലാണ്, ഗ്രീൻ കളറിലുള്ളത് ആണ് ഇപ്പം ചെയ്യണത്. ഇപ്പം അത് സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൽ ഇപ്പോൾ ഒരു ലൈൻ തുന്നിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് ഇപ്പം ചെയ്ത് കാണിക്കുന്നത്. സ്റ്റെമ്മ് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യണത്. അത് നമ്മൾ താഴ്ത്തുനിന്ന് കുത്തിയെടുത്ത് ഇതേമാതിരി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഫോൺ അടുത്ത് പിടിച്ചെടുക്കാത്ത കാരണം കൊണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ സ്റ്റെമ്മിന് നമ്മൾ കൊടുക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പൊ സ്റ്റെമ്മ് ഫുള്ളും ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
നമ്മൾ ഫുള്ളും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് എന്നിട്ട് താഴത്തേക്ക് കുത്തിയെടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് എടുക്കണം. ഒന്ന് 2 പ്രാവശ്യം കെട്ടിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ആയി നിൽക്കും. ഇനി ആ 2 ഭാഗത്തും കൂടി സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫ്ലവർ ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യണേന്ന് നോക്കാം. ഇത് ഓയിസ്റ്റർ സ്റ്റിച്ച് ആണ് ചെയ്യണത്. അപ്പൊ ഇതെങ്ങനെ ചെയ്തെടുക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അതൊരു കെട്ടിട്ടിട്ടുള്ള ഒരു സ്റ്റിച്ച് ആണിത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും. അപ്പൊ ഇതേമാതിരി തന്നെ ഞാൻ ലൈറ്റ് കളറിലുള്ള ഈ ഡാർക്ക് പീച്ച് ആണ്, ലൈറ്റിലേക്കും പെടില്ല, അങ്ങനത്തെ ഒരു കളറാണ് എടുത്തേക്കുന്നത്. ആങ്കറിന്റെ ത്രെഡ് തന്നെ അത് 6 strands തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. സ്റ്റെമ്മിന്റെയും അതേ 6 strands തന്നെയാണ് ത്രെഡ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ അതിന് 5 പെറ്റൽസ് ആണ് വരച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് താഴ്ത്തുനിന്ന് ഏതെങ്കിലും ഒരു പെറ്റലിന്റെ താഴ്ത്തുനിന്ന് നമുക്ക് അതൊന്ന് കുത്തിയെടുക്കാം. താഴ്ത്തുനിന്ന് കുത്തിയെടുത്തിട്ട് നമുക്ക് ആ കുത്തിയ അതിൽ കൂടെ അല്ല, അതിന്റെ മേലേക്കൂടെ ഒരു തുണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കുത്തിയെടുത്തിട്ട് ആ നൂലൊന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് കൊടുക്കാം. അടികൂടെ എടുക്കരുത്. നമുക്ക് മേലേക്കൂടെ സൂചിയുടെ മേലേക്കൂടെ എടുത്തിട്ട് കുത്തി കൊടുത്തിട്ട് ഒന്ന് വലിച്ചു നിർത്താം. എന്നിട്ട് നമുക്ക് ഈ മേലേക്കൂടെ നമ്മൾ വലിച്ച് ഒരു ത്രെഡ് മേലേക്കൂടെ ഇരിക്കണം. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ആ മേലേക്കൂടെ ഇരിക്കുന്ന ത്രെഡിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് സൂചി എടുത്ത് ഇങ്ങനെ ഒന്ന് ലൂപ്പ് പോലെ ഒന്ന് വലിച്ചു നിർത്താം. അത് ഫുള്ളായിട്ട് വലിച്ചെടുക്കരുത്. ലേശം ഒന്ന് അവിടെ നിർത്തിയിട്ട് വലിച്ചെടുത്തിട്ട് അതിൻ്റെ അടുത്തൊന്ന് സൂചി താത്തി കൊടുക്കാം. എന്നിട്ട് അടിയിൽ ആ നൂല് ലൂപ്പ് പോലെ നിന്നതൊന്ന് വലിച്ച് കൊടുക്കാം. എന്നിട്ട് സൂചി താഴത്തേക്ക് ഒന്ന് കുറച്ച് വലിക്കുക. അപ്പൊ നമുക്കതൊരു കെട്ട് പോലെ വരും. നമ്മുടെ ഈ ചെയിൻ്റെ ഒക്കെ ചങ്ങലയുടെ ഒക്കെ ഒരു ഷേപ്പിൽ അതേമാതിരി ഒരു കെട്ട് പോലെ നിൽക്കും. എന്നിട്ട് ആ ലൂപ്പ് ഫുള്ളും വലിച്ചെടുക്കരുത്. എന്നിട്ട് ആ ലൂപ്പ് നമുക്ക് കൊളുത്തിയെടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ആ മേലെ കൂടെ വന്നേക്കണതിന്റെ നമ്മൾ ആദ്യം കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ മേലെ കൂടെ തന്നെ സൂചി ഒന്ന് താഴ്ത്തുനിന്ന് കുത്തി മേലേക്ക് എടുത്തിട്ട് ഈ ലൂപ്പ് അതിന്റെ ഉള്ളിൽ കൂടെ സൂചി ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ചെടുക്കാം. എന്നിട്ട് മേലേക്ക് അതൊന്ന് കൊളുത്തി താഴത്തേക്ക് ഒന്ന് വലിച്ചെടുത്ത് എടുക്കുക. ഇങ്ങനെയാണ് ഓയിസ്റ്റർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാതെ എങ്ങനെയാണോ. എന്നിട്ട് അടുത്ത പെറ്റലിന്റെ അടി കൂടെ തന്നെ നമുക്കത് കുത്തിയെടുക്കണം. അപ്പൊ അതവിടെ ഒരു കൊളുത്തായിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കണ്ട്. അപ്പൊ ഒരു കെട്ട് പോലത്തെ ഒരു സ്റ്റിച്ചാണ് ഇത്. അപ്പൊ നമ്മൾ ആ വലിച്ചേമ്മ കൂടെ തന്നെ സൂചി ഇപ്പൊ നൂല് വന്നേമ്മ കൂടെ തന്നെ എടുക്കരുത്. ത്രെഡിന്റെ മേലേന്നായിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് ഇതേമാതിരി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് സൂചിയുടെ മേലെ കൂടെ ഒന്ന് എടുത്ത് വലിച്ചു നിർത്തുക. ഇത് മാത്രം ഒന്ന് വലിച്ചെടുക്കുക, ഈ കെട്ട് മാത്രം. പിന്നത്തെ അങ്ങനെ നമ്മൾ ചെയ്യരുത്. അതൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് ഒരു ലൂപ്പ് പോലെ ആക്കി അതിന്റെ താഴത്ത് സൂചി അതിന്റെ ഉള്ളിൽ കൂടെ സൂചി കുത്തിയിട്ട് അടിയിൽ നിന്ന് ആ നൂല് വലിച്ച് ടൈറ്റ് ആക്കുക. അതേമാതിരി 2 തവണയാണ് ഇങ്ങനെ ലൂപ്പ് പോലെ എടുത്തിട്ട് ഉള്ളിൽ കൂടെ എടുക്കേണ്ടത്. അതാണ് ഈ ഓയിസ്റ്റർ സ്റ്റിച്ചിന്റെ പ്രത്യേകത. എന്നിട്ട് നമുക്ക് അത് താഴത്തേക്ക് ഇറക്കിയെടുക്കാം. ഇങ്ങനെ ഈ രീതിയിൽ കൂടെ നമുക്ക് ഈ എല്ലാ പെറ്റൽസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പൊ നമ്മുടെ ഫ്ലവർ എല്ലാം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.